രാജാവ് കൊട്ടാര ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. വൃത്യനും ഉലാത്തുന്നു. വീണ്ടും വീണ്ടും ഉലാത്തുന്നു. ഒടുക്കത്തെ ഉലാത്ത്. പെട്ടെന്ന് മഹാരാജാവ് ഉദ്യാനത്തിൽ നിന്നും ഒരു പൂ പറിക്കുന്നു. മെല്ലെ മണക്കുന്നു. രാജാവ് ചിരിക്കുന്നു. വീണ്ടും ചിരിക്കുന്നു. ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. പൂ വലിച്ചെറിയുന്നു. വൃത്തിനത് ചാടി വീണ്ടും മണക്കുന്നു. വീണ്ടും വീണ്ടും മണക്കുന്നു. ഇതിനിടയിൽ രാജാവ് എന്തോ ആലോചിക്കുകയാണ്. പെട്ടെന്ന് രാജാവ് മടിയിൽ നിന്നും മൂക്കിപ്പൊടി എടുക്കുന്നു. കയ്യിൽ കൊട്ടുന്നു. മെല്ലെ വലിക്കുന്നു. ശക്തിയായി വലിക്കുന്നു. വലിച്ചുകൊണ്ടേയിരിക്കുന്നു. കണ്ടുതന്നെ വൃത്യൻ തുമ്മുന്നു. വീണ്ടും തുമ്മിക്കൊണ്ടേയിരിക്കുന്നു. തുമ്മലോട് തുമ്മലോ. ഇത് കണ്ടത് രാജാവ് ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടിച്ചിരിക്കുന്നു. പൊട്ടലോട് പൊട്ടൽ. ഈ സമയം വൃത്യൻ രാജാവിനെ നോക്കി പുച്ഛിക്കുന്നു. വീണ്ടും പുച്ഛിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കണ്ടുനിന്ന രാജാവ് കൊഞ്ഞനെ കുത്തുന്നു. വൃത്യനും കുത്തുന്നു. വൃത്യന്റെ കൊഞ്ഞനെ കുത്ത് സഹിക്കു വയ്യാതെ രാജാവ് വൃത്യനോട് വിളങ്ങി പോകുന്നു. വൃത്യനും കൂടെ പോകുന്നു. കൊട്ടാര ഉദ്യാനത്തിലേക്ക് മഹാറാണി പ്രവേശിക്കുന്നു. മഹാറാണിയുടെ മുഖം കണ്ടാൽ പട്ടി കഞ്ഞി ഒഴിക്കത്തില്ല. മഹാറാണിയും ഉദ്യാനത്തിൽ ഉലാത്തുന്നതിനിടയിൽ മഹാറാണി ആവശ്യമില്ലാതെ നൃത്തം ചെയ്യുന്നു. ഉദ്യാനത്തിലെ പൂക്കളും പക്ഷികളും കിന്നാരം പറയും. മഹാറാണി ബോറടിച്ചുകൊണ്ട് ഉദ്യാനത്തിൽ നിന്ന് പോകുന്നു. ഈ സമയം കൊട്ടാര ഉദ്യാനത്തിലേക്ക് രാജകുമാരി പ്രവേശിക്കുന്നു. രാജകുമാരി രാജകുമാരി കൊട്ടാരോദ്യാനത്തിൽ ഉലാത്തുകയാണ്. വീണ്ടും ഉലാത്തുന്നു. ഉലാത്തലോട് ഉലാത്തുന്നു. രാജകുമാരി ഉദ്യാനത്തിൽ ആരും തെരയുന്നു. വീണ്ടും തെരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയം ഉദ്യാനത്തിലേക്ക് മന്ത്രികുമാരൻ പ്രവേശിക്കുന്നു. മന്ത്രികുമാരൻ അതീവ സുന്ദരനാണ്. ഒന്നും സഹിക്കില്ല. മന്ത്രികുമാരനും എന്തോ തിരയുന്നു. ഇവർ പരസ്പരം കാണുന്നില്ല. രാജകുമാരി അവളുടെ പ്രിയവനെയാണ് തിരയുന്നത്. പെട്ടെന്ന് ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നു. ഇവർ സന്തോഷത്തോടെ കൂടി എടുക്കുന്നു. അവർ പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നു. അതിനുശേഷം സ്വർഗത്തിലെ തട്ടുമുമ്പായി രാജാവും വൃത്യനും ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. രാജാവ് ഉദ്യാനത്തിൽ ഉലാത്തുകയാണ്. കൂടെ വൃത്യനുണ്ട്. ഉലാത്തുന്നതിനിടയിൽ പെട്ടെന്ന് രാജാവ് വൃത്യന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ സമയം വൃത്യൻ രാജാവിനെ കൊഞ്ഞനെ കുത്തുന്നു. ഇത് സഹിക്കു വയ്യാതെ രാജാവ് വീണ്ടും ഉലാത്തുന്നു. പെട്ടെന്ന് രാജാവ് മന്ത്രികുമാരനെയും രാജകുമാരിയെയും കാണുന്നു. ഈ രംഗം കണ്ട മഹാരാജാവ് കോപം കൊണ്ട് വിറയ്ക്കുന്നു. വീണ്ടും വിറയ്ക്കുന്നു. രാജാവ് ദേഷ്യത്തോടെ തന്റെ ഉറയിൽ നിന്നും വാൾ വലിച്ചെടുക്കുന്നു. മന്ത്രികുമാരനും വാൾ വലിച്ചു. രണ്ടുപേരും സിംഹത്തെ പോലെ ഗർജിക്കുന്നു. വീണ്ടും ഗർജിക്കുന്നു. അവർ പരസ്പരം അംഗം പെട്ടു. ഇതിനിടയിൽ രാജാവ് വൃത്യനെ തിരിഞ്ഞു നോക്കുന്നു. വൃത്യൻ രാജാവിനെ നോക്കി കൊഞ്ഞനെ കുത്തുന്നു. വൃത്യനോടുള്ള ദേഷ്യം സഹിക്കാനാവാതെ രാജാവ് മന്ത്രികുമാരന്റെ ശരീരത്തിലേക്ക് ഇറക്കുന്നു. മന്ത്രികുമാരൻ വേദനയോടെ മരിച്ചു വീഴുന്നു.
രാജാവ് വൃത്തിയെ വീണ്ടും നോക്കുന്നു. വൃത്യൻ വീണ്ടും കൊഞ്ഞാകും. മന്ത്രികുമാരന്റെ മരണം കൊണ്ട് രാജകുമാരി പൊട്ടിക്കരയുന്നു. വീണ്ടും കരയുന്നു. കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കരയിലോട് കരയുന്നു. അവസാനം സങ്കടം സഹിക്കാനാവാതെ മന്ത്രികുമാരന്റെ ശരീരത്തിൽ നിന്നും വാൾ വലിച്ചെടുത്ത് സ്വയം കുത്തി മരിച്ചു വീഴും. ഈ രംഗം കണ്ടുകൊണ്ട് മഹാറാണി ഉദ്യാനത്തിലേക്ക് പ്രവേശിച്ചു. മഹാറാണി ഞെട്ടിപ്പോയി. വീണ്ടും തെളിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാറാണി സങ്കടം കൊണ്ട് വിതുമ്പുന്നു. വിതുമ്പലോട് വിതുമ്പ, വിതുമ്പലോട് വിതുമ്പി, വീണ്ടും വിതുമ്പുന്നു. ഈ സമയം മഹാറാണി രാജകുമാരിയുടെ ശരീരത്തിൽ നിന്നും വാൾ വലിച്ചെടുത്തു സ്വയം കുത്തി മരിച്ചു വീഴും. ഈ രംഗം കണ്ട രാജാവ് വൃത്യനെ നോക്കി. ഈ സമയം വൃത്യൻ രാജാവിനെ നോക്കി കൊഞ്ഞനം കുത്തുന്നു. കൂടാതെ ഒരു കുറ്റവും. രാജാവ് സങ്കടം തടിച്ചമർത്തുന്നു. വീണ്ടും അമർത്തുന്നു. അമർത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ദുഃഖം സഹിക്കാനാവാതെ രാജ്ഞിയുടെ ശരീരത്തിൽ നിന്നും വാൾ വലിച്ചൊരി സ്വയം കുത്തുന്നു. കുത്തുകൊണ്ട് വേദനയോടെ രാജാവ് വൃത്യനെ മെല്ലെ നോക്കുന്നു. വൃത്യൻ വിഷമത്തോടെ കൊഞ്ഞനം കുത്തുന്നു. ഇത് സഹിക്കാനാവാതെ രാജാവ് മരിച്ചു വീഴും. ഈ രംഗം കണ്ട് വൃത്യൻ കൊഞ്ഞനെ കുത്താൻ ആരുമില്ലാതെ പേടിച്ചു വിറക്കുന്നു. വീണ്ടും അവസാനം വിറയിൽ സഹിക്കാനാവാതെ വൃത്യൻ ഹൃദയം പൊട്ടി മരിച്ചു വീഴും. വീണ്ടും മരിച്ചുകൊണ്ടേയിരിക്കുന്നു. മരിക്കലോടെ മരിക്കുന്നു. അവസാനം മരിക്കാൻ പറ്റാതെ തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്ന രാജാവിന്റെ മുഖത്ത് നോക്കി ഒരു പുച്ഛവും ഒരു കൊഞ്ഞനോ കാണിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും.